ഡോക്ടർ ഹാരിസ് സംസാരിക്കുകയാണ് തത്സമയം. അപ്പോൾ നമ്മളത് ചെയ്യാത്തതിൻ്റെ ഈ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട്, വളരെ പെയിനുള്ള പേഷ്യൻസ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇന്നലെ മാറ്റി വെച്ചു. ഇനി മാറ്റി വെച്ചിട്ട് അടുത്തത് ഇനിയും ചൊവ്വാഴ്ചയാണ് അടുത്ത ഓപ്പറേഷൻ തിയേറ്റർ. അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാതൊരു ഉറപ്പുമില്ല. ഇന്നലെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ച സൂപ്രണ്ട് പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുതിയ ഒരു റിക്വസ്റ്റ് കൊടുക്ക്, ഇനിയും പഴയ റിക്വസ്റ്റ് അവർ കമ്പനിയെ അറിയിക്കാം, കമ്പനിയെ അറിയിച്ചിട്ട് അവർ മെറ്റീരിയൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇത് ഹൈദരാബാദിലുള്ള കമ്പനിയാണ്, ഇത് സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ഉപകരണമാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് പുറത്തുനിന്ന് വരണം, അവർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് ഈ പർട്ടിക്കുലർ ഉപകരണത്തിനെ പറ്റി ഞാൻ 3 മാസം മുമ്പേ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്താണ്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 3 മാസം മുമ്പേ കൊടുത്തതെന്ന് മാത്രമല്ല, നിരന്തരം ഞാൻ അവരുടെ അടുത്ത് നിരന്തരം ആളിനെ വിട്ട് ഞാൻ നേരെയും അല്ല, അതൊക്കെ തെറ്റാണ്. ഉപകരണങ്ങൾ നൽകുന്നുണ്ടെന്ന് DMA പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷത്തോളം രൂപ ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി അനുവദിച്ചിരുന്നതാണ് DMA പറഞ്ഞിട്ടുണ്ട്. അനുവദിച്ചിട്ടുണ്ടോന്നെങ്കിലും സാധനം എത്തണ്ടേ? ഈ അനുവദിച്ചു എന്ന് ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ. അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ പർട്ടിക്കുലർ ഈ പ്രത്യേക എക്യുപ്മെന്റിന്റെ കാര്യം ഞാൻ തൽക്കാലം പറയാം. അപ്പം അത് മുടങ്ങിയ ശസ്ത്രക്രിയ. അപ്പം അവരിനി എന്നാണ് ചെയ്യേണ്ടത്? അവരിനിയും അത് HDSൻ്റെ അവർ ഇത് സാങ്ഷനാക്കി, HDSന് സാങ്ഷൻ വാങ്ങിച്ചു. അപ്പോൾ HDSൻ്റെ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ വില അവർ കഴിഞ്ഞ പ്രാവശ്യം 38,000 ആയിരുന്നത് അവർ 42 മറ്റോ ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാറേ, ആ അഡീഷണൽ പൈസ കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം, നിങ്ങളത് അലോട്ട് ചെയ്യും. ഇല്ല, അവർ ഇനി കമ്പനിയെ നെഗോസിയേഷന് വിളിച്ച് കമ്പനി വന്ന് നെഗോസിയേഷൻ ചെയ്ത് ആ സാധനം അപ്രൂവലായി. ആ അപ്രൂവൽ അവർ പറഞ്ഞു അത് 1 ലക്ഷത്തിന് മേളിലാണെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം, കളക്ടറേറ്റിൽ നിന്ന് വേണം. ഇനി അത് കഴിഞ്ഞ് ആ കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ വന്ന് അത് കമ്പനി ഇൻഫോം ചെയ്തിട്ട് കമ്പനിക്കാർ അത് വെളിയിൽ നിന്ന് വരുത്തിച്ച് ഹൈദരാബാദിൽ നിന്ന് അത് ഇവിടെ ട്രിവാൻഡ്രം സർജിക്കൽസിലാണ് സപ്ലൈ കൊടുക്കുന്നത്. അവിടെ കൊടുത്ത് അത് എത്ര ദിവസം എടുക്കും? ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിന് 3 മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുക. ഇത് നിരന്തരം HDS ഓഫീസിൽ സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഇത് നിരന്തരം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇതേ ഉപകരണം മുടങ്ങിയിട്ട് ഇത് ഏതാണ്ട് 7-8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിട്ടില്ല. അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് HDS ഓഫീസിൽ ബന്ധപ്പെട്ട് അവർ ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയൊക്കെ ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേലൊരു പ്രശ്നം ഇതിനകത്ത് വരരുത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDS ഓഫീസ് സൗജന്യമായിട്ടൊന്നും അല്ല ഇത് തരുന്നത്. ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെയും കയ്യിൽ നിന്ന് ഞാൻ 3,000-4,000 രൂപ ഞാൻ പറഞ്ഞിട്ട് രോഗികൾ HDSന് അടയ്ക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, അവർക്കൊന്നുമില്ല, HDSന് അടയ്ക്കുകയാണ്. ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ രോഗികൾ കേൾക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് പൈസ HDSന് അടയ്ക്കും, ഇനിയും നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ. അങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പൈസ, ആ അടയ്ക്കുന്ന തുക തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കവിഞ്ഞു. അതിൻ്റെ എല്ലാം കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുള്ളതായിരുന്നു നേരത്തെ ഇതിനു മുമ്പിരുന്ന സൂപ്രണ്ടുമായിട്ടുള്ള ധാരണ. അതിൻ്റെ പേരിലാണ് പേഷ്യൻ്റെ പണം പിരിക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രി വരുന്ന രോഗികളുടെ നിന്ന് പണം പിരിക്കാനുള്ള യാതൊരു അർഹതയും എനിക്കില്ല, HDSനും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ശസ്ത്രക്രിയകൾ മേലിൽ മുടങ്ങരുത് എന്ന് വിചാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും അതിൻ്റെ ആക്സസറീസും റെഗുലറായിട്ട് തരണം എന്ന് പറഞ്ഞ ധാരണയിലാണ് ഇത് ചെയ്തത്. ഇന്നലെ ഒരു ശസ്ത്രക്രിയയാണോ ഇന്നലെ മുടങ്ങിയത്? ഇന്നലെയല്ല, ഇന്നലെ ഒരു ശസ്ത്രക്രിയയല്ല മുടങ്ങിയത്. ഇന്നലെ ഈ യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്നത് 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 4 ഓപ്പറേഷൻ ചെയ്തു. അതിലില്ല 2-3 എത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മക്കുറവുണ്ടാകാം. 2-3-4 അങ്ങനെ എന്തായാലും പേഷ്യൻസ് മുടങ്ങി. ആ പേഷ്യൻസിന് മുടങ്ങിയത് ആ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ എൻ്റെ അടുത്ത് ഒരു ഷക്കീർ, അയാളുടെ ബൈസ്റ്റാൻഡർ എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു, എന്താണ് ഡോക്ടർ മുടങ്ങിയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് സൂപ്രണ്ടായിട്ട് HDS ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് അന്ന് ഇന്നലെ മുടങ്ങിയത് മാത്രമല്ല, ഇന്നുമുള്ള എല്ലാ ദിവസങ്ങളിലും മുടങ്ങാൻ പോകുന്നതാണ്. അതിന് മുമ്പ് മുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഏകദേശം കണക്ക് പറയാൻ പറ്റുമോ? അന്നത്തെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത് വേണമെങ്കിൽ പരിശോധിച്ചിട്ട് പറയാം. ഇതിപ്പോൾ എത്ര കാലമായി ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്?
പോലുള്ള ഈ ഉപകരണത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുന്നതിന് മുമ്പേ ഉള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണത്. ഇതിന് മുമ്പുള്ളവർ പലരും ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇതിനകത്ത് പലതും പല സമയത്തുകളിൽ വന്നിട്ടില്ല. പലതരം എക്യുപ്മെൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ വിശദീകരിച്ച് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് എക്യുപ്മെൻസിൻ്റെ കുറവുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും മാധ്യമങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത് അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ട്. പലതരം എക്യുപ്മെൻസിൻ്റെ കുറവുണ്ട്. അത് നമ്മൾ ഈ എല്ലാ ലെവലിലും ഞാനത് നിരന്തരം അത് അറിയിച്ചിട്ടുള്ളതാണ്. ഇത് ആരുടെ വീഴ്ചയാണ്? എല്ലാ ലെവലിലെന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതികളോ? സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, ഡെപ്യൂട്ടി സൂപ്രണ്ട്, അതിന് മേളിലേക്ക് DME. അതിന് തോമസ് മാത്യു സാറായിരുന്നു നേരത്തെ DME. ഇപ്പം നിലവിൽ DME ഇല്ല. തോമസ് മാത്യു സാറിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് കൗൺസിലർ DR അനിൽ, മെഡിക്കൽ കോളേജ് കൗൺസിലർ, അദ്ദേഹം OP-യിൽ വരും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വിശദമായിട്ട് ഇത് പറയുകയും അദ്ദേഹത്തിന് വിശദമായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തതാണ് ഇതെല്ലാം. HDS മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സജീവൻ സാറിനെ നേരിട്ട് കണ്ട് സജീവൻ സാർ ഒരിക്കലും ഒരു ആവശ്യത്തിന് വിളിപ്പിച്ചിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഞാനിത് കാര്യങ്ങൾ സംസാരിച്ചതാണ്. എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഡെഫിഷ്യൻസികൾ എല്ലാവർക്കും അറിയാം. ഇത് ഉണ്ട്, അറിയാം. മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ മറുപടി? എല്ലാം ചെയ്തു തരാം. ഇത് എപ്പോഴാണ് മന്ത്രി ഓഫീസിൽ ബന്ധപ്പെട്ടത്? എനിക്ക് തോന്നുന്നു ഒരു 6-8 മാസമായി കഴിഞ്ഞു. കൃത്യമായിട്ട് ഓർക്കുന്നു. ഇതിലൊരു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ അല്ല, വകുപ്പിന്റെ ആകെ വീഴ്ചയുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. വീഴ്ചയാണോ, അവർ ഇതിനെ ശ്രദ്ധിക്കാത്തതാണോ, അതിൻ്റെ ഫണ്ട് അലോട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവർ ഇതിന് മുമ്പ് മറ്റേ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ ഈ കാര്യം തന്നെ വേണ്ടേ? ഇത് മറ്റേത് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിനകത്ത് എന്താണ് കാര്യം? ഈ പർട്ടിക്കുലർ കാര്യം തന്നെ വേണം. താങ്കളുടെ ഫേസ്ബുക്കിൽ നിരന്തരമായി ചില രാഷ്ട്രീയ പോസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഉണ്ടാകുന്നത് കൂടി പരിശോധിക്കും. അങ്ങനെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൂടി DME എന്ന് പറഞ്ഞിരിക്കും. അതെ, അവരുടെ പോസ്റ്റുകൾ ഞാൻ ഇടാറുണ്ട്. ഞാനത് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട്. നടപടി ഉണ്ടാകുന്നെങ്കിൽ നടപടി ഉണ്ടായിക്കോട്ടെ, നടപടി ഉണ്ടാക്കി. ഞാനെന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കുകയാണ്. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോസ്റ്റിനകത്ത് എഴുതിയിരുന്നു, എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അതിനായിരിക്കും. അങ്ങനെ ഇട്ടതല്ല, നമുക്ക് അത്രത്തോളം ഇമോഷണലായിരുന്നു. ഞാൻ അത്രത്തോളം ഇമോഷണലാണ് ഇപ്പോഴും. നടപടിയിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നടപടികളെന്തോ ആയിക്കോട്ടെ. നമുക്ക് ചട്ടങ്ങൾ പാലിച്ച് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് പറ്റുള്ളൂ. വിളിച്ചിരുന്നു, അവർ രാവിലെ മുതലേ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നുണ്ട്, ഞാനത് കൂടുതൽ ഒരു ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഈ സംവിധാനത്തെ ആകെ നാണം കെടുത്തിയെന്നാണ് DME പറയുന്നത്. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യൻറ്റിന് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണത്? അതെ. അതിപ്പോൾ സജീവൻ സാറ് ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് ഞാൻ PS. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മേധാവി അദ്ദേഹം 2 ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ശസ്ത്രക്രിയകൾ ആശുപത്രിയിൽ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അല്പം മുൻപ് നൽകിയിരുന്നത്. എന്നാൽ ആ 2 പോസ്റ്റും അദ്ദേഹം പിൻവലിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ എന്നുള്ളതാണ്. ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്, അത് പ്രകാരം മാത്രമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചിട്ടുള്ളത്. പക്ഷേ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആവശ്യത്തിന് ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയാണ്.